ഈ കാണുന്നുണ്ടല്ലോ ഒരു ട്രീ ഹൗസ് ആട്ടോ ഇവിടുത്തെ. നല്ല വലിയ സൈസ് അത്തിയാണ്. ഏലക്കാടിന്റെ ഉള്ളിലാട്ടോ ഞാനിപ്പോ നിൽക്കുന്നത്. ഇവിടുത്തെ റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് അടിപൊളി ആംബിയൻസ് ആട്ടോ. അപ്പോഴത്തെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. കിട്ടോട്ടോ. ഈ പ്രാവശ്യത്തെ ട്രിപ്പ് വണ്ടൻമേട്ടിലോട്ടാണ്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ ഒരുപാട് നേരത്തെ ലോങ് ഡ്രൈവിന് ശേഷം ഞങ്ങൾ റിസോർട്ടിലെത്തി കേട്ടോ. ഇത് കാർമേലിയ ഹെവൻ എന്ന് പറയുന്ന വണ്ടൻമേട്ടിലുള്ള ഇടുക്കി ജില്ലയിലുള്ള ഒരു റിസോർട്ടാണ്. ഒരു 2 ദിവസം ഫാമിലിയുടെ കൂടെ നല്ല റിലാക്സ് ആയിട്ടുള്ള സ്റ്റേ. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർ നല്ലൊരു വാം വെൽക്കം ഒക്കെ നമുക്ക് തന്നിട്ടോ. അതിനുശേഷം അവരുടെ സ്റ്റാഫ് നമ്മളെ റൂമിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത് പൂൾ വില്ല കേട്ടോ. അതായത് ഓരോ വില്ലയിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള ഒരു വില്ല എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഡ്രസ്സിങ് റൂം പോലെ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കബോർഡും കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് നേരമൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിള്ളേർ ഒന്ന് സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങിയതാണ്. നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. നല്ല തണുത്തെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലതായിരുന്നു. ഞാനൊന്ന് ഇറങ്ങി നോക്കിയെങ്കിലും ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. ഇന്ന് പിന്നെ ട്രാവലൊക്കെ ചെയ്ത് നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ പുറത്തോട്ടൊന്നും പോയില്ല. റിസോർട്ടിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഏലകൃഷിയാണ് ഈ ഒരു റിസോർട്ട് ഫുള്ളുള്ളത്. ഈ കിടക്കുന്നതൊക്കെ കണ്ടോ, ഇതെല്ലാം കണ്ടോ ഏലക്കായ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. ഇതിനെ ഉണക്കിയെടുക്കുന്നതാണ് നമ്മുടെ ഏലക്കായ എന്ന് പറയുന്നത്. അതെടുക്കണ്ട. ഈ കാണുന്നുണ്ടല്ലോ ഒരു ട്രീ ഹൗസ് ആട്ടോ ഇവിടുത്തെ. അതുകൊണ്ട് ഈ ഒരു വുഡിൻ്റെ പോലത്തെ സംഭവത്തിനാട്ടോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഊഞ്ഞാലുണ്ടല്ലോ ഈ ട്രീ ഹൗസിൻ്റെ താഴെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നല്ല രസമുണ്ട്. നല്ല തണുത്ത കാറ്റും ഈ ഒരു ഊഞ്ഞാലിലുള്ള ആട്ടമൊക്കെ അടിപൊളി ആംബിയൻസ് ആട്ടോ. ഈ കാണുന്ന പ്ലാന്റേഴ്സ് വില്ലയാണ്. അത് 2-3 ഫാമിലിയൊക്കെ ഒരുമിച്ച് വന്നാൽ താമസിക്കാനുള്ളതാണ്. പിന്നെ ഉള്ളത് പൂൾ വില്ലയും പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ട്രീ ഹൗസും. ഈ കാണുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ്. ഇത് ഫുള്ള് ഇങ്ങനെ സൈഡിൽ ഫുള്ളും ഇത് പീസ് ലില്ലി ആട്ടോ. ഇത് കംപ്ലീറ്റ് നല്ലൊരു ഗ്രീനറി ആംബിയൻസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. ഞങ്ങൾ ചായ കുടിക്കാനെത്തിയപ്പോൾ ഏകദേശം 6:30 മണിയോളമായിട്ട്. അതുകൊണ്ടാണ് ആരും ഇല്ലാത്തത്. ഈ സമയപ്പോൾ ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ സ്റ്റാർട്ടായി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു ഡിന്നറൊക്കെ കഴിച്ചിട്ട് പിന്നെ റൂമിൽ പോയി ഒന്ന് റിലാക്സ് ചെയ്തിട്ടോ. ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് നടക്കണം കേട്ടോ അങ്ങോട്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ ഹോട്ട് മിൽക്ക്, കോൾഡ് മിൽക്ക്, കോൺഫ്ലേക്സ്, ജ്യൂസ്, അതുപോലെ തന്നെ ചിയ പുഡിങ്, ഓംലെറ്റ്, സോസേജ്, കട്ട് ഫ്രൂട്ട്സ്, കൺഫെഷണറീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഡെസേർട്ട്സായിട്ട് അവൽ നനച്ചതും പായസം, പിന്നെ മെയിൻ കോഴ്സിൽ പൂരിയും ബാജി, പുട്ട്, കടല, ഇഡ്ഡലി, സാമ്പാറും പിന്നെ 2 ചട്നിയാണ് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വന്നപ്പോൾ ഏകദേശം ഒരു 9 മണിയോളമായിട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം ഒന്ന് ഫുഡ് കഴിക്കുകയാണ്. കാരണം ഇന്ന് കുറച്ച് സ്ഥലത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കമ്മം തേനി റൂട്ടിലോട്ട് പോവാണ്. നമ്മുടെ വൈനിയാണ് മുന്തിരിത്തോട്ടങ്ങളൊക്കെ ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ കമ്പം എത്തിയിട്ടോ. ഈ കാണുന്ന MSR മുന്തിരിത്തോട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. പോയിട്ട് നമുക്ക് കണ്ടിട്ട് വരാം. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ആദ്യം കാണുന്ന മുന്തിരിത്തോട്ടമാണ്. പക്ഷേ ഈ മുന്തിരി ഒന്നും വിളവിനായിട്ടില്ല. അതുകൊണ്ടോ പച്ച നിറത്തിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇനി അടുത്ത തോട്ടത്തിലോട്ടാണ്. ഇത് നോക്കിക്കേ, നല്ല വിളഞ്ഞ മുന്തിരി നല്ല റോസ് കളറിലിരിക്കുകയാണ്. ഈ കാണുന്ന മുന്തിരിയൊന്നും നമുക്ക് പറിക്കാനായിട്ട് പെർമിഷൻ ഇല്ല കേട്ടോ. 500 രൂപ ഫൈനുണ്ട്. പിന്നെ ഈ കാണുന്നതുണ്ട്, ഇത് ഇവിടെയുള്ള മുന്തിരി കൊണ്ട് ഉണ്ടാക്കുന്ന വൈനും കോസ്മെറ്റിക്സ് ഒക്കെയാണ്. പിന്നെ ഈ ജ്യൂസ് ഇവിടുത്തെ മുന്തിരി കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസാണേ. ജ്യൂസ് എങ്ങനെയുണ്ട്? അങ്ങനെ തോട്ടം വിസിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കാറിലോട്ട് ഇരുന്നു കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വന്നിരുന്നതാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഒരു ബോക്സ് മുന്തിരിയും കൂടി വാങ്ങിയിട്ടോ. ഇതെന്തോരം ഉണ്ട് മുന്തിരി? 3 കിലോ 210 രൂപ. പിന്നെ ഇത് തമിഴ്നാട് ബോർഡർ ആണെങ്കിൽ കൂടിയും ഒരു കേരള മെസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങളൊരു ബിരിയാണി, ഇതുപോലെയുള്ള വാഴയിലുള്ള ബിരിയാണി ഓർഡർ ചെയ്തു. പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ആയിരുന്നു. എഗ്ഗൊക്കെ ആയിട്ട് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇനി കുമളിയിലോട്ട് യാത്ര തിരിച്ചിട്ടോ. കുമളിയിൽ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ സ്പൈസ് തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് സ്പൈസ് വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറിയതാണേ. ഇതെന്ത് സാധനമാണത്? ഉണക്കിയതോ? അത് കിലോ എങ്ങനെയാ? ഈ കാണുന്ന കുരുമുളക് നല്ല ഫൈൻ ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. കിലോ 850 രൂപ പറഞ്ഞെങ്കിലും അടിപൊളിയായിരുന്നു.
ഈ കാണുന്നത് പതിമുഖം കേട്ടോ, അത് കാക്കിലോ 60 രൂപയാണ് പറഞ്ഞത്. പിന്നെ എന്തോ ഒരു പായലാണെന്നാണ് പറഞ്ഞത് കറിക്കൊക്കെ ഇടുന്നത്. പിന്നെ കിസ്മസ് കാക്കിലോ 120 രൂപ. പിന്നെ ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന പപ്പടം എന്ന് പറഞ്ഞാൽ അതും കാക്കിലോ 60 രൂപയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് കാറിലോട്ട് തന്നെ കയറുകയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്നൊരു എസ്റ്റേറ്റിലോട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെയാട്ടോ വാങ്ങിയത്. അപ്പോൾ ഞാൻ പതിമുഖം കുറച്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുരുമുളകാണ് വാങ്ങിയത്. അതുപോലെ തന്നെ കുറച്ച് കിസ്മസും പിന്നെ പപ്പടമാണ് വാങ്ങിയത് കേട്ടോ. അവിടുന്ന് നേരെ ഞങ്ങൾ വന്നത് ഇവിടെ കന്നിമാറ എസ്റ്റേറ്റിലാട്ടോ. ഇവിടെ അത്യാവശ്യം പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത് ഇവരുടെ തന്നെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആട്ടോ. അപ്പോൾ ഇവിടെ ചായപ്പൊടി വാങ്ങാൻ നിൽക്കുന്ന ക്യൂ ആണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചായപ്പൊടി തന്നെയാണ്. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് വാങ്ങിയിട്ടത്. ഇനി നേരെ തിരിച്ച് റിസോർട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ തന്നെ വൈകുന്നേരം 5 മണിയായിട്ടോ. ഏകദേശം 2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് റിസോർട്ടിലോട്ട്. അപ്പോൾ എത്തുമ്പോൾ എന്തായാലും രാത്രിയാവും. അപ്പോൾ ഞാൻ റിസോർട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഒരു മുന്തിരിയുടെ പാക്കൊന്ന് തുറന്ന് നോക്കിയാട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ടയേർഡായിരുന്നു. പിന്നെ ഞങ്ങൾ നല്ല റിലാക്സ് ആയിട്ട് കിടന്നുറങ്ങിയിട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണേ. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ റെസ്റ്റോറൻറ്റ് വരെ. നിങ്ങൾ കണ്ടോ, ഇത് ഫുള്ള് അത്തിമരം കേട്ടോ. ഈ റിസോർട്ട് കംപ്ലീറ്റ് ഇതുപോലെ മരങ്ങളും ചെടികളും ഏലമാണ്. ഇത് നിറയെ അത്തിയാണ്. അതുണ്ടോ, നല്ല പഴുത്തിട്ടുള്ള അത്തിയാണേ. ഇതുണ്ടോ, നല്ല വലിയ സൈസ് അത്തിയാണ് ഈ മരത്തിൽ മുഴുവനുള്ളത് കേട്ടോ. ഇത് വേറൊരു തരം ചെടിയാട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു തരം ചെടിയാണത്. പിന്നെ സോപ്പ് പോലെ വരുന്നൊരു ടൈപ്പാണേ. അതുപോലെ തന്നെ ഈ റിസോർട്ടിൽ ഫുള്ളും മരങ്ങളാട്ടോ. ഈ കാണുന്നത് നിങ്ങൾ ഗ്രാമ്പൂവിൻ്റെ മരമാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ ഫുള്ളും ഒരു നട്ടു പിടിപ്പിച്ചേക്കുന്നത്. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുകയാണ്. പിന്നെ ഇന്നത്തെ മെനുവിലും കോൺഫ്ലേക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസസും ഷേക്സും പുഡിങ്ങൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കട്ട് ഫ്രൂട്ട്സും അതുപോലെ കൺഫെക്ഷണറീസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സോസേജ് വെച്ചിട്ടുണ്ട്. പിന്നെ പായസം, പഴം വിളയിച്ചത്. മെയിൻ കോഴ്സിൽ ബട്ടൂര, ചന മസാല, അപ്പം, ഗ്രീൻ പീസ്, ദോശ, സാമ്പാർ, 2 ചമ്മന്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഒന്ന് കഴിക്കാതിരിക്കുകയാണ്. പിന്നെ ഇന്ന് 12 മണിക്ക് ഞങ്ങൾക്ക് ചെക്കൗട്ടാണ്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം ബാക്കിയുണ്ട്. ബാക്കിയുള്ള റിസോർട്ടിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ ഫുഡ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല ഭക്ഷണമാണ്. പിന്നെ ഈ കാണുന്ന ഒരു മാംഗോയുടെ ലസ്സിയാണ്. അത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ഇത് റെസ്റ്റോറൻറ്റിൻ്റെ താഴെയുള്ള വഴിയാണ്. അപ്പോൾ ഇവിടെ കൂടി പോകുമ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ളൊരു പൂൾ കാണാം. നല്ല ഭംഗിയുള്ളൊരു പൂളാണ്. ഇത് ഈ റിസോർട്ടിൻ്റെ വേറൊരു ഭാഗം കേട്ടോ. ഇതൊരു കോമൺ സ്വിമ്മിംഗ് പൂളാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മുടെ ഓരോ വില്ലയിലും ഓരോ സെപ്പറേറ്റ് പൂളുണ്ട്. അതല്ലാണ്ട് ഇത് കോമൺ ആയിട്ടുള്ള പൂളാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പായൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാണുന്നത്. പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കേവ് പോലെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഈ റിസോർട്ടിൽ തന്നെയുള്ള നല്ലൊരു വ്യൂ പോയിൻ്റ് ആണേ. ഇവിടെ നിന്ന് നിന്നാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. താഴെ ഫുള്ള് ഏലത്തോട്ടമാണ്. നമ്മൾ നേരത്തെ കണ്ട ആ സ്വിമ്മിംഗ് പൂളാണ്. ഒരു കോമൺ സ്വിമ്മിംഗ് പൂൾ നമ്മളിപ്പോൾ പോയില്ലേ, അതാണിപ്പോൾ കാണുന്നത്. ആ ദൂരെ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. പിന്നെ ഇവിടെ ഓരോ സ്പോട്ടിലും ഇതുപോലെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ 2 ദിവസത്തെ സ്റ്റേ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല 2 ദിവസം നല്ല റിലാക്സ് ആയിട്ട് വളരെ കാമായിട്ടും വളരെ നല്ല രീതിയിൽ 2 ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. നമുക്ക് തിരക്കുകളിൽ നിന്നൊക്കെ 2 ദിവസം ഇതിൽ ഒഴിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷമല്ലേ. നല്ല സ്റ്റേ ആയിരുന്നു 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.